2024 ജൂലൈ മാസം 27-ാം തീയതി ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അമ്മയും മകളും കയറി വരികയാണ്. കൂടെ ബന്ധുക്കളുമുണ്ട്. ആ വരുന്ന പെൺകുട്ടിയെ കണ്ടാലറിയാം എന്തോ മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണെന്നുള്ളത്. കാരണം ഭക്ഷണം നേരാവണ്ണം കഴിച്ചതിൻ്റെ ഒരു പ്രസരിപ്പോ കാര്യങ്ങളോ മുഖത്തില്ല. കുളിച്ചിട്ടില്ലാത്തതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വൃത്തിയായിട്ടല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത്. മുടിയൊന്നും അങ്ങനെ വാരിക്കെട്ടിയിട്ടില്ല. എന്തോ ആകെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രേത ലുക്ക് പോലെയായിരുന്നു ആ പെൺകുട്ടിയെ കണ്ടാൽ അപ്പോൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് തോന്നിയത്. കാരണം അത്രയ്ക്കും വിചിത്രമായ രീതിയിലായിരുന്നു ആ പെൺകുട്ടിയുടെ രൂപം. കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു ആ കുട്ടിയെ കാണുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വന്ന ബന്ധുക്കളോടും ആ അമ്മയോടും പെൺകുട്ടിയോടും കാര്യങ്ങൾ തിരക്കുന്ന സമയത്താണ് തിരുപ്പതിയെ തന്നെ ഞെട്ടിച്ച ആന്ധ്രാപ്രദേശിനെ മൊത്തത്തിലൊന്ന് ഇനി ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കണോ, അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പമുള്ള സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് തന്നെ ചോദിച്ചു പോകുന്ന രീതിയിലുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത് ആ ഒരു നിമിഷത്തിലാണ്. ഈ 22-കാരിയുടെ സ്ഥലം എന്ന് പറയുന്നത് കുർണൂർ ജില്ലയിലെ കലൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. 4 വർഷം മുൻപാണ് ഈ 22-കാരി ഈ തിരുപ്പതിയിലേക്ക് വരുന്നത്. തിരുപ്പതിയിലേക്ക് വന്നതിന് ശേഷം ശ്രീ പത്മാവതി വനിതാ സർവകലാശാല എന്ന് പറയുന്ന ഒരു കോളേജിൽ അവിടെ LLBക്ക് ചേരുകയാണ്. ആദ്യം കുറച്ച് നാളൊന്നും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം ആ ഒരു ടൈമിലൊക്കെ ഈ 22-കാരി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. അത്രയ്ക്ക് നല്ലൊരു ചുറ്റുപാടൊന്നും ആയിരിക്കില്ല ചില സമയത്ത് നമുക്ക് ഹോസ്റ്റലിൽ ലഭിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അത്യാവശ്യം നല്ല രീതിയിലല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല ആ കോളേജിൽ വന്നിട്ട് 4 കൊല്ലമായിട്ട് പോലും നല്ലൊരു സുഹൃത്തുക്കളെ കാര്യങ്ങളൊന്നും തന്നെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആ കോളേജിൽ തന്നെ പഠിക്കുന്ന പ്രണവ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഈ 22-കാരി പരിചയപ്പെടുന്നത്. അത്യാവശ്യം നല്ലൊരു സൗഹൃദമായിട്ട് അത് വളർന്നു വരികയാണ്. ഒരു കോളേജിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിലിട്ട് അത് എത്തുകയാണ്. ഇരുവരും നല്ല സുഹൃത്തുക്കളായി എന്തും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗഹൃദമൊക്കെ അവർക്കിടയിലേക്ക് വരികയാണ്. ഈ 22 വയസ്സുകാരി ഈ പ്രണവിനെയാണെങ്കിൽ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ രഹസ്യങ്ങളും പ്രണവിയെടുത്ത് പറയുന്നുണ്ട്. മാത്രവുമല്ല പ്രണവിയും അത്യാവശ്യം തൻ്റെ കാര്യങ്ങളൊക്കെ ഈ 22 വയസ്സുകാരോട് പറയുകയും മറ്റും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇരുവരും നല്ല രീതിയിൽ സൗഹൃദമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പുറത്തു പോക്കും കാര്യങ്ങളൊക്കെ പതിവാകുന്നുണ്ട്. സിനിമയ്ക്ക് പോവുക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രണവ് പറയുന്നത്, ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ഹോസ്റ്റൽ ഫുഡൊക്കെ അല്ലേ കഴിക്കുന്നത്, മാത്രമല്ല നമ്മൾ ഇടയ്ക്ക് പോയി പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന, ഒരു കാര്യം ചെയ്യും, നിനക്ക് ലീവുള്ള സമയത്തൊക്കെ നീ വീട്ടിലേക്ക് വാ, നമുക്കതാകുമ്പോൾ വീട്ടിലൊന്നിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. വീട്ടിലെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. നിനക്ക് ഈ ഒരു ചുറ്റുപാടിൽ നിന്നൊക്കെ മാറാനും ഒരിത്തിരി ഇതായിരിക്കും, നിനക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നീ ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നിറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 22 വയസ്സുകാരോട് ഈ പ്രണവ പറയുകയാണ്. അപ്പോൾ പ്രണവയുടെ ഒരു ജീവിത സാഹചര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡുമായിട്ട് തനിയെ മാറി താമസിക്കുകയാണ്. ഈ പ്രണവയുടെ ഹസ്ബൻഡായിട്ടുള്ള കൃഷ്ണ കിഷോർ റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയുമായി പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഇരുവരും ഇപ്പോൾ തിരുപ്പതിയിലാണ് താമസിക്കുന്നത്. ഈ കൃഷ്ണ ആണെങ്കിൽ LLBക്ക് പഠിക്കുന്നത് ഭഗരപ്പേട്ടിൽ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള കോളേജിലാണ്. അതുപോലെ തന്നെ പ്രണവ പഠിക്കുന്നത് ഈ ശ്രീ പത്മാവതി കോളേജിലുമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ 22 വയസ്സുകാരിയായിട്ട് പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ പ്രണവയ്ക്ക് സാധിച്ചത്. അപ്പം ഈ 22 വയസ്സുകാരി പ്രണവയുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വരുന്ന കൃഷ്ണയാണെങ്കിൽ 22 വയസ്സായിരിക്കും പ്രണവ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ സൗഹൃദം കാര്യങ്ങളും പോവാണ്. അപ്പം ഇടയ്ക്കിടെ വീട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ 22 വയസ്സായിരിക്കും കൃഷ്ണയുമായിട്ടും ഒരു സൗഹൃദം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. മാത്രമല്ല ഇവർ 3 പേരുമായിട്ട് അത്യാവശ്യം നല്ലൊരു സൗഹൃദത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ ഈ പെൺകുട്ടി അറിയാതെ തന്നെ ഇടയ്ക്ക് മയക്കുമരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡ് വഴിയും മറ്റുമൊക്കെ കുടിക്കുന്ന ഡ്രിങ്ക്സിലിട്ട് കൊടുക്കുക, ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കൊടുക്കുന്ന സമയത്ത് അതിലൊക്കെ ചെറിയ രീതിയിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടിക്ക് അതിനോടുള്ള ഒരു ആസക്തി വരികയാണ്. വരുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പെൺകുട്ടിയോട് പറയണം, ഞങ്ങളുടെ ഒരു സാധനമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തരാൻ ഉപയോഗിക്കാനായിട്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്, അത്ര വലിയ തെറ്റൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കാറുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ തൻ്റെ സുഹൃത്താണ് പറയുന്നത്, വിശ്വസിക്കാവുന്നതാണ്, ഇരുവരും തന്നോട് നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്, അപ്പം മറ്റ് പേടിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവർ പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. ഇടയ്ക്ക് മദ്യപാനവും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ കുഴപ്പമില്ല, ഈ 3 പേർക്കും ഇടയിലുള്ള സൗഹൃദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുന്നത്. അപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് പെൺകുട്ടി നാട്ടിലേക്ക് പോയി ചെറുക്കനെ കണ്ടു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി നേരെ തിരിച്ച് വീണ്ടും ഈ തിരുപ്പതിയിലേക്ക് തന്നെ വരികയാണ് ഉണ്ടായത്. അങ്ങനെ വന്നതിന് ശേഷം ഒരു ദിവസം ഈ പ്രണവ വിളിക്കുകയാണ്, ഒരു കാര്യം ചെയ്യുന്ന ഈ വീട്ടിലേക്ക് നമുക്കൊന്ന് വെച്ച് ഫുഡൊക്കെ കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ 22 വയസ്സുകാരെ പ്രണവ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന 22 വയസ്സുകാരി അവർ കൊടുത്തൊരു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോധക്ഷയം വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കണ്ണു തുറക്കുന്ന സമയത്താണ് ആ 22-കാരിക്ക് മനസ്സിലാവുന്നത് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ അടുത്തൊരു ഷോക്കും കൂടെ ആ 22 വയസ്സുകാരിക്ക് കിട്ടുകയാണ്. മറ്റൊന്നുമല്ല, ഈ പ്രണവയുടെ ഹസ്ബൻഡായിട്ടുള്ള കൃഷ്ണയായിരുന്നു ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഈ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടുത്ത് നിന്ന് ഈ പ്രണവയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെൺകുട്ടിയെ സ്വന്തം ഭർത്താവ് ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഭർത്താവ് ചെയ്യുന്ന ആ കാമക്കേളികൾ ഒരു ക്യാമറയിൽ പകർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്
ക്യാമറയിൽ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്, അപ്പം ഞങ്ങൾ പറയുന്നൊരു തുക നീ ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലിത് കാണിക്കും, വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും, നിനക്കറിയാലോ. അപ്പം നീ ആണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന എമൗണ്ടൊക്കെ ഞങ്ങൾക്ക് തരേണ്ടി വരും. അപ്പം അതിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞങ്ങൾ ആരും കാണിക്കത്തില്ല, ഇത് ഞങ്ങൾ ലീക്ക് ചെയ്യത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിത് വീട്ടിലും കാണിക്കും, മാത്രമല്ല ഞങ്ങളിതാണെങ്കിൽ സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യും എന്ന് പറയുകയാണ്. അതായത് ഈ ബ്ലൂ ഫിലിമൊക്കെ കാണാൻ കഴിയുന്ന സൈറ്റുകളിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോവുകയാണ്. കാരണം 22 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ഒരു നിലയിലൊന്നുമല്ല. കാരണം ഇത്തരം ഒരു കാര്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിചാരിക്കും, എന്തായിരിക്കും അവർ തന്നെക്കുറിച്ച് വിചാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടധികം ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വരികയാണ്. അന്ന് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ATM കാർഡും പാസ്വേഡും അവർക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആ പെൺകുട്ടിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ ആ റിങ്ങും കഴുത്തിൽ കിടന്ന മാല, വള, കമ്മൽ എന്നിവ ഊരി അവർ മേടിക്കുന്നുമുണ്ട്. ഇനിയും അവർക്ക് അതല്ലാതെയും തുക വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രണവേടേയും കൃഷ്ണയുടെയും കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ പ്രേമിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സഹായ കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇരുവരും LLB സ്റ്റുഡൻറ്റുമാണ്, അതായത് നിയമ വിദ്യാർത്ഥികളാണ് ഈ 2 പേരും. അപ്പം ഇവർക്ക് 2 പേർക്കും പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവരുടെ പഠിത്തവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം, മാത്രമല്ല വീട്ടിലെ ചിലവും കാര്യങ്ങളും ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ജോലിക്ക് പോകാതെ പെട്ടെന്ന് ഇവർക്ക് പൈസ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 22 വയസ്സുകാരി ഇവർക്കിടയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ്, ഇവർ ആ 22 വയസ്സുകാരിയെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 22 വയസ്സുകാരി എന്തായാലും പുറത്ത് പറയാൻ പോകുന്നില്ല, മാത്രമല്ല അവളിലൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുക തങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് തങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും, പിന്നെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അന്നേരം നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇവർ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എവിടെ പാളിയെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇവർ വിചാരിച്ചതിലുള്ള തുക കിട്ടാതായപ്പം ഇവർ ഈ വീഡിയോ ഈ പെൺകുട്ടിയുടെ സഹോദരനും ഈ പെൺകുട്ടി വിവാഹം കഴിക്കാനിരിക്കുന്ന ആ പ്രതിസുത വരനും ഈ വീഡിയോസ് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ചെന്ന സമയത്ത് തന്നെ ഇവർ പെൺകുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതെന്താണ് സംഭവം, എന്താണ് പറ്റിയത്, നിനക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട്, എന്താണെങ്കിൽ തുറന്ന് പറഞ്ഞോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിയോട് ചോദിക്കാനുണ്ടായത്. അപ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് ആ നടന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ്. മാത്രമല്ല ആ പെൺകുട്ടി സത്യം പറഞ്ഞാൽ ഒരു സൂയിസൈഡിൻ്റെ വക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം ആ പെൺകുട്ടിയെ മാനസികമായിട്ട് ഇവർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ഞങ്ങൾ പുറത്തൊക്കെ വിടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ആ പെൺകുട്ടി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ഈ മദ്യവും മയക്കുമരുന്നൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ അതിലേക്ക് ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു ആകർഷണം വന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടണം, അത് വേണം എന്നുള്ളൊരു ആഗ്രഹം ആ പെൺകുട്ടിയുടെ മനസ്സിലിടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി ഇടയ്ക്ക് അവരെ കാണാൻ വീണ്ടും പോകുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കൃഷ്ണയാണെങ്കിൽ ഈ പെൺകുട്ടിയെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയാണെങ്കിൽ സത്യത്തിൽ ഒരു മാനസിക നില തെറ്റിയ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഇനി ജീവിച്ചിരിക്കേണ്ട, ഇത് ജീവിച്ചിരുന്നാൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ, അപ്പോൾ ഇനി ജീവിച്ചിരിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ആ പെൺകുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ആ ഹോസ്റ്റലിലേക്ക് കയറി വരുന്നത്. വന്നതിന് ശേഷം ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ തിരക്കുകയാണ്. സമാധാനപരമായിട്ടായിരുന്നു ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു കംഫർട്ട് ഫീൽ കിട്ടിയപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അമ്മ പറയുകയാണ്, ഇതിൽ നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, തെറ്റ് ചെയ്തത് അവരാണ്, അപ്പോൾ അവർക്കുള്ള ശിക്ഷ എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ, അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യണം, നീ ഞങ്ങൾക്കൊപ്പം നിന്നാൽ മതി എന്ന് ആ പെൺകുട്ടിയോട് അമ്മ പറയുകയാണ്. മാത്രമല്ല ബന്ധുക്കളും ആ പെൺകുട്ടിക്ക് ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ധൈര്യത്തിന് പുറത്തായിരുന്നു ആ പെൺകുട്ടി അന്ന് ആ തിരുപ്പതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും തനിക്ക് സംഭവിച്ച ആ ഒരു ദുരാവസ്ഥ ആ പോലീസുകാരോട് വിശദീകരിച്ച് കൊടുത്തത്. ഉടനെ തന്നെ പോലീസുകാരെ ആക്ഷൻ സ്വീകരിക്കുകയാണ്. ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ചോദ്യം ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവരിത് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 22 വയസ്സുകാരി അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ കെണിയിൽപ്പെടുത്തുമായിരുന്നു. മാത്രമല്ല ഈ 22 വയസ്സുകാരി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ 22 വയസ്സുകാരിയോട് ഒരു ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹം ഈ കൃഷ്ണയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് ഈ കൃഷ്ണയാണെങ്കിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള പ്രണവയോട് പറയുന്നുണ്ട്. എന്നാൽ പ്രണവയ്ക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല. കാരണം പ്രണവ ചിന്തിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. ഒരുപക്ഷെ തൻ്റെ ഭർത്താവ് അവളെ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അത് വീഡിയോ എടുത്ത് വെച്ച് തനിക്കത് ചിലപ്പോൾ നാളെ ഒരു ഉപകാരപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലായിരുന്നു പ്രണവ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു അന്ന് തൻ്റെ ഹസ്ബൻഡ് ആ ഒരു പെൺകുട്ടിയെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പ്രണവെ അത് ഷൂട്ട് ചെയ്ത് ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ FIR ഫയൽ ചെയ്യുകയാണ്, കോർട്ടിൽ സമർപ്പിക്കുകയാണ്. ഇപ്പോഴും ഈ കേസിൻ്റെ വിസ്താരം കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുകയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളും അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത്? എല്ലാ സൗഹൃദങ്ങളും ഇങ്ങനെയാണോ? ഈ സൗഹൃദങ്ങളെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, സുഹൃത്തുക്കളെ തന്നെ സുഹൃത്തുക്കളെ കൊല്ലുന്ന പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.